ബ്രദേഴ്സ്, അടിപൊളിയായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്. മൊത്തത്തിൽ കാണാനേ ഒരു റിച്ച് ആയിരുന്നു അല്ലേ? ശരിക്കും ഞാൻ ഓർക്കായിരുന്നു ആ തിരനുരയും എന്ന് പറഞ്ഞ് തുടങ്ങിയില്ലേ, എന്തൊരു നല്ല ശബ്ദമാണ്. അതെ അതെ, അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം പറയാതെ വയ്യ. ശരിക്കും വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ശബ്ദത്തിന്റെ ഉടമയാണ്. ആ ഒരു വരിയും കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആ ശബ്ദം എത്തി. അത്രയും നല്ലൊരു ശബ്ദമാണ്. അതായത് കുട്ടിക്കാലം മുതലേ പാട്ട് പഠിക്കുന്നൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോരുത്തരും അവരവരുടെ കൊടുത്ത കാര്യങ്ങള് നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ചെയ്തു. അതെ, രാജപ്പൻ ചേട്ടന്റെ ഒരു എൻട്രി വന്നപ്പോ തന്നെ ആ സമയത്ത് ഇവിടെ തീ വരുന്നു, അങ്ങനെ വരുന്നു, ആ ഭയങ്കര ഒരു ദൈവികമായിട്ടുള്ള ഒരു ഫീൽ തന്നെ വന്നു. ആ എൻട്രി പൊളിച്ചു. അത് ആരുടെ ഐഡിയ ആയിരുന്നു? അനിയനാണിത് മൊത്തം കോർഡിനേറ്റ് ചെയ്തത്. വെരി ഗുഡ്, വെരി ഗുഡ്. ശ്രീജിത്തേട്ടന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ഒരു കലാരൂപമായിരുന്നു അല്ലേ ഇത്? മാസ്റ്റർ ഡിഗ്രി ഡയറക്ഷനിലാണ് ചെന്നൈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്ഷൻ കഴിഞ്ഞു. കൊള്ളാം, അടിപൊളി. ഒരു ചെറിയ കാര്യമാണ് ഇവിടെ കണ്ടത്. ഇനി എന്തൊക്കെ കിടക്കുന്നു. ബട്ട് നൈസ്, നന്നായിട്ട് ഇതെല്ലാം ഡയറക്റ്റ് ചെയ്ത് ഒരു ആർട്ട് ഫോം ആയിട്ട് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്തു. ഓൾസോ അതില് പെർഫോം ചെയ്തു. ഭാര്യമാരാണെങ്കിലും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട്. മോള് വരെ അഞ്ചു എന്താ പറയുന്നത്, നല്ലൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തു. വെരി ഗുഡ്. അപ്പൊ താങ്ക് യു സോ മച്ച് ഹൈ റേഞ്ച് ബ്രദേഴ്സ്. ഇനിയും ഒരുപാട് പെർഫോമൻസുകൾ കാണാനുണ്ട്. ഇതിനും ഒരു പിടി മുകളിലായിട്ട് കുറെ നല്ല നല്ല പെർഫോമൻസ് നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ശ്രീജിത്തേട്ടന്റെ ഡയറക്ഷനിൽ നിന്ന്. രാജപ്പൻ ചേട്ടന് എന്താ പറയാനുള്ള? വന്ന് ഇവിടെ പെർഫോം ചെയ്തിട്ട് എന്ത് തോന്നുന്നു നമ്മുടെ സൂപ്പർ ഫാമിലിയില്? നമസ്കാരം. നമസ്കാരം. ഞാൻ ഇവിടെ വന്ന് ഈ പെർഫോം ചെയ്തതിൽ വന്ന സമയം മുതൽ അമൃത ടിവിയുടെ എല്ലാ ആൾക്കാരും വളരെ നല്ലതായിട്ടാണ് ഞങ്ങളോട് പെരുമാറിയത്. അതുപോലെ തന്നെ എല്ലാവരും ഞങ്ങൾക്ക് ഒരു പ്രചോദനം തന്നെയായിരുന്നു. ഞങ്ങളുടെ ഒരു ആഗ്രഹവും സാധിച്ചു. ദുഃഖം എൻ്റെ ഭാര്യ ഇല്ലാത്തതാണ്. ജീവിതകാലം വരെ അത് മറക്കാൻ പറ്റില്ല. എല്ലാരെയൊക്കെ കൊണ്ടുവന്നു. അതെ, അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അമ്മയും ഇതിൽ പങ്കെടുത്തേനെ. അതെ, കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രതീക്ഷിക്കാമായിരുന്നു. തീർച്ചയായിട്ടും. അതെ, എന്നാലും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുള്ളൂ. എൻ്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഇതിലൂടെ ഒരു ഉന്നതി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും സേവനം ഈ അവസരത്തിൽ ഉണ്ടായതും ഞങ്ങൾക്കൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു.